ഗൾഫിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ പെർഫ്യൂമുകളൊക്കെ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയർലൻഡിലേക്ക് വരുമ്പം അത്യാവശ്യമായിട്ട് കൊണ്ടുവരേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് വരുമ്പം തന്നെ കൊണ്ടുവരാനുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മുടെ കയ്യിൽ തന്നെ വേണം. അതായത് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റും പിന്നെ നമ്മൾ ഈ പ്രോസസ്സിങ് ചെയ്ത DL, അതുപോലെ തന്നെ അഡാപ്റ്റേഷൻ ലെറ്റർ, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പം ഞങ്ങൾ വന്ന സമയത്ത് നമ്മുടെ എയർപോർട്ടിലൊക്കെ ചോദിച്ചത് അഡാപ്റ്റേഷൻ ലെറ്റർ കാണിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ പാസ്പോർട്ടും കാണിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ DLO കാര്യങ്ങളോ ഒന്നും ചോദിച്ചിട്ടില്ലായിരുന്നു. എങ്കിൽ പോലും നമ്മുടെ കയ്യിൽ ഹാൻഡ് ബാഗിൽ എല്ലാം സ്റ്റാൻഡ് ബൈ ആയിട്ട് അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം നിങ്ങൾ കരുതിയിരിക്കണം. പിന്നെ നമ്മുടെ ഈ ഒറിജിനലൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ നിങ്ങൾ മാരേജ് സർട്ടിഫിക്കറ്റ് ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. കാരണം നമുക്ക് ഇതുവരെ ഇപ്പം ഞാൻ വന്നിട്ട് ഇപ്പം പിൻ നമ്പർ വരെയും കിട്ടുന്നിടം വരെയും നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നും ആവശ്യമായിട്ട് വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ നമ്മുടെ ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുവരാനായിട്ട് അവർക്ക് VFSC കാണിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരാളുടെ കയ്യിൽ ഇവിടുന്ന് നാട്ടിലേക്ക് പോകുന്നവരുടെ കയ്യിലൊക്കെ കൊടുത്തു വിടേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നമ്മുടെ കൈവശം വെക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ മാത്രം എടുത്തുകൊണ്ട് വരിക. എല്ലാത്തിൻ്റെയും സോഫ്റ്റ് കോപ്പി നമ്മുടെ മൊബൈലിലോ ലാപ്ടോപ്പിലോ ഒക്കെ സൂക്ഷിക്കുക. അപ്പം ഞാൻ കുറേ വ്ളോഗുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നും അധികം പറയാത്ത ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ഇവിടുത്തെ ആ തണുപ്പിനെ ഒന്ന് അതിജീവിക്കുക എന്നുള്ളത് ഒരു വലിയ ഘടകം തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ വീടുകളിലൊക്കെ എങ്ങനെയാണ് ഹീറ്റിംഗ് സിസ്റ്റം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കാരണം നമ്മൾ വരുമ്പോൾ നമുക്ക് റെൻറ്റിന് കിട്ടുന്ന വീടുകൾ എല്ലാം തന്നെ പുതിയ വീടുകളൊന്നും ആകണമെന്നില്ല. അതേസമയം പുതിയ വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചൂട് കുറച്ചും കൂടെ നല്ലൊരു ചൂട് കാണും വീടിനകത്ത്. അതേസമയം പഴയ വീടുകളാണെങ്കിൽ അത്യാവശ്യം തണുപ്പൊക്കെ കാണും കേട്ടോ. ഈ ഒരു ഹീറ്റിംഗ് സിസ്റ്റം ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ഒരു ഹോളിൽ വെച്ചിരിക്കുന്ന ഹീറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഇതിവിടെ നിന്ന് ഇങ്ങനെ ചൂട് എയർ വരും. നമ്മളിപ്പം കണ്ട റൂം ഹീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ചൂട് വന്നുകൊണ്ടൊന്നും ഇരിക്കുമല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലുമൊക്കെ ഒരു 3 ടൈംസോ 2 ടൈംസോ കുറച്ച് നേരമൊക്കെ ആയിരിക്കും ഇടുന്നത്. അതൊന്നും നമുക്ക് അത്രയും ഒരു കംഫർട്ടായിട്ടുള്ള ഒരു ഇത് കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാ വീടിൻ്റെയും സാഹചര്യം ഒന്നുപോലെ ആയിരിക്കത്തില്ല. പിന്നെ മാത്രമല്ല, നമുക്ക് ചെന്ന് നിൽക്കുന്ന വീട്ടിലുള്ള ആ വീട്ടിൻ്റെ ഉടമസ്ഥനോട് പറയാനും പറ്റത്തില്ല. ഇച്ചിരി കുറച്ച് കൂടുതൽ നേരം ഇടാനൊന്നും പറയാൻ പറ്റത്തില്ല. ഇവിടെ നല്ല കറണ്ട് ബില്ലൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒരു ലിമിറ്റഡ് ആയിട്ട് മാത്രമേ റൂമുകളിൽ കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ചിലപ്പോൾ നല്ല തണുപ്പുകൾ കാണും. അപ്പോൾ അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ഡ്രസ്സുകൾ നമ്മൾ കൊണ്ടുവന്നിരിക്കണം. അപ്പോൾ ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഈ എന്ന് പറഞ്ഞാൽ ഇതൊരു വൂളൻ്റെ ഒരു ഡ്രസ്സാണ്. നല്ല തണുപ്പ് അധികം ഏക്കാത്ത തരത്തിലുള്ള ഒരു ഉടുപ്പാണ് കേട്ടോ. ഇതൊക്കെ ഇവിടെ നിന്ന് തന്നെ വാങ്ങിയതാണ്. അപ്പോൾ ഞാനിപ്പം റെൻറ്റിന് നിൽക്കുന്ന വീട്ടിലെ ചേച്ചി ഞാൻ വരുന്നതിന് മുമ്പേ തന്നെ കോൺടാക്ട് ചെയ്തതുകൊണ്ട് അപ്പോൾ ചേച്ചി ഇതൊക്കെ 2-3 ജോഡി ഇതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് ഇതുപോലുള്ളത് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. പക്ഷേ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പം ഇത്തരത്തിലുള്ള ഒരു 2-3-4 ഡ്രസ്സുകൾ, അപ്പം ഇച്ചിരി കമ്പിളി പോലുള്ള ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് വീട്ടിന് അകത്തിടുന്ന ചെറിയ ജാക്കറ്റുകളും കിട്ടും, കമ്പിളിയുടെ ജാക്കറ്റ്. അപ്പോൾ അതും നാട്ടിൽ നിന്ന് കിട്ടുവാണെങ്കിൽ അങ്ങനെ കൊണ്ടുവരിക. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഇതൊക്കെ എടുത്തിടേണ്ടതായിട്ട് വരും. നല്ല തണുപ്പുള്ള സമയത്തൊക്കെയാണ് വരുന്നതെങ്കിൽ. പിന്നെ നമുക്ക് ഈ ഒരു തണുപ്പിന് വേണ്ടിയിട്ട് ഇത് കണ്ടില്ലേ, ഇവിടുത്തെ ചേച്ചി എനിക്ക് വാങ്ങിച്ചു വെച്ചിട്ടുള്ളതായിരുന്നു ഹോട്ട് വാട്ടർ ബാഗ്. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ടൊക്കെ ഇവിടെ ഉള്ളവരൊക്കെ തന്നെ എന്നാലും ഈ ഒരു ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഉറങ്ങാൻ നേരത്താണെങ്കിലും അല്ലാതൊക്കെ ആണെങ്കിലും ഇപ്പോൾ നമുക്ക് നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്ന സമയത്ത് നല്ല ചൂടായിട്ട് ഇതിനകത്ത് ഇങ്ങനെ പിടിച്ചിരിക്കാനായിട്ടെന്ന് പറഞ്ഞാൽ നല്ല കംഫർട്ട് തോന്നും. കാരണം നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ തണുപ്പുള്ളപ്പോൾ നമ്മൾക്ക് ആ ഹീറ്ററൊക്കെ ഇട്ട് അതിൻ്റെ അടുത്ത് പോയിരിക്കാം. ഇവിടെ അങ്ങനെയൊന്നും ഉള്ള ഒരു സാഹചര്യവും ഇല്ല. ഇവിടെ ഈ റൂം ഹീറ്ററാണ് ഞാൻ കണ്ടിരിക്കുന്നത്. മറ്റ് വീടുകളിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അപ്പം നമുക്ക് അത്രയും തണുപ്പ് സഹിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഇതും കൂടെ കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് നല്ലൊരു ആശ്വാസമായിരിക്കും. ഇപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കൈവച്ചൊക്കെ ഇരിക്കാനായിട്ട് പറ്റും. പിന്നീട് പിന്നെ ക്ലോത്തുകളിൽ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ പ്രൂഫ് ജാക്കറ്റ് തന്നെ മേടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ തലയിലിടുന്ന തൊപ്പി, വൂളൻ്റെ തൊപ്പി മതിയാവും. നല്ലൊരു കമ്പിളിയുടെ ഒരു തൊപ്പി മതിയാവും തലയിലൊക്കെ ഇടാനായിട്ട്. പിന്നെ കുട, നമ്മുടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കുട, ചെറിയ കുട നിങ്ങൾ കൊണ്ടുവന്നിരിക്കണം. ഞാൻ കുട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കാറ്റ് സത്യത്തിൽ കുട കൊണ്ടുവന്നവരുടെയൊക്കെ കുട പോയി. ഞാനിപ്പോഴും എൻ്റെ കുട ഉപയോഗിക്കുന്നുണ്ട്. ഇവിടുത്തെ കാറ്റടിച്ച് കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് കുടയൊക്കെ വളഞ്ഞ് ഒടിഞ്ഞൊക്കെ പോവും. എങ്കിലും നമുക്ക് കുടയുണ്ടെങ്കിൽ ചില സമയത്ത് കാറ്റില്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ നല്ല മഴയാണെങ്കിൽ ഈ ജാക്കറ്റ് വിട്ടിങ്ങനെ നനഞ്ഞ് വരേണ്ട ബുദ്ധിമുട്ടില്ല. നമുക്കൊരു കുടയുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പിടിച്ചാൽ മതി. കുറച്ചൊക്കെ കാറ്റിൻ്റെയൊക്കെ അനുസരിച്ച് പിടിക്കുകയാണെങ്കിൽ നല്ല സ്ട്രോങ് കുടയാണെങ്കിൽ കുറച്ച് ഓക്കെ ആയിരിക്കും. പിന്നെ 1, 2, 3 ഇതെടുക്കാം, ജീൻസ് എടുക്കാം. അതുപോലെ തന്നെ ടോപ്പുകളാണെങ്കിലും നല്ല തണുപ്പിന് പറ്റിയ
1, 2, 3 പുറത്തിടാനൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്ലാസ്സുകൾ കാണും. ഇവിടെ ഓരോ പാർട്ടികൾക്കൊക്കെ നമ്മൾ സെറ്റ് സാരിയോ ഓണത്തിൻ്റെ ഇതോ ഒക്കെ കൊണ്ടുവരാനായിട്ട് പറയും. പക്ഷേ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്ന നമ്മുടെ ആ ഒരു വെയിറ്റ് എന്ന് പറഞ്ഞാൽ 35 കിലോയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ സെറ്റ് സാരി നമ്മൾ ആ വരുന്ന അഭിപ്രായത്തിൽ ഈ സെറ്റ് സാരിയോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളതൊന്നും എടുത്തുകൊണ്ട് വരാനായിട്ട് പറ്റത്തില്ല. ഞാനും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഓരോരുത്തരൊക്കെ നാട്ടിൽ പോകുമ്പോഴാണ് ഞാൻ പറഞ്ഞിട്ട് അത് കൊണ്ടുവരുന്നത്. അപ്പോൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ട്രഡീഷണലായിട്ട് ധരിക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സും കൂടെ എടുക്കുക. ഇവിടെ മിക്സിയൊക്കെ റേറ്റ് കൂടുതലാണെങ്കിൽ പോലും നമ്മൾ ഒറ്റയ്ക്ക് വരുന്ന സമയത്ത് ഈ മിക്സി ഒന്നും കൊണ്ടുവരാനായിട്ടൊന്നും പറ്റത്തില്ല, നമ്മുടെ ലഗേജിനകത്ത് നടക്കത്തില്ല. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല. പിന്നെ നമുക്ക് ഒരു സോക്കറ്റ് ഈ ഒരു രീതിയിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു അഡാപ്റ്റർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ 2 പിന്നുള്ള ഏതെങ്കിലും ചാർജറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് കുത്താനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ കയ്യിൽ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ടാബ്ലറ്റോ ഒക്കെ ഉള്ളവരാണെങ്കിൽ അതെടുത്തോണം. ഇവിടെ ആണെങ്കിൽ ധാരാളം ക്ലാസ്സുകളൊക്കെ ചെയ്യാനായിട്ട് കാണും. നമുക്കിവിടെ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ HC ലാൻഡിലൊക്കെ കയറിയിട്ട് നമുക്ക് ധാരാളം കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാനും പിന്നെ ഇമെയിൽ അയക്കാനും ഒക്കെ കാണും. അപ്പോൾ അത് മൊബൈലിനേക്കാളും നമുക്ക് ഈസി ആയിട്ടുള്ളത് ലാപ്ടോപ്പ് തന്നെയാണ് കൊണ്ടുവരാനായിട്ട് കേട്ടോ. ഞാനും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. പിന്നെ എൻ്റെ ഈ ഒരു വീട്ടിലെ ചേച്ചിയുടെ ലാപ്ടോപ്പാണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. നേരത്തെ വീടൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് വിത്ത് ഫുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അധികം സാധനങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിലും കുഴപ്പമില്ല. എങ്കിലും നമ്മൾ വരുന്ന സമയത്ത് നമുക്കൊരു കുക്കറും അതുപോലെ തന്നെ ഒരു പുട്ടൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു പാത്രവും കൂടെ ആണെങ്കിൽ അതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അങ്ങ് നടന്നോളും. പുട്ടിൻ്റെ ഒരു ചിരട്ടപ്പുട്ട് പോലെ ഉണ്ടാക്കുന്ന നമുക്കൊരു കുക്കറിൽ വെക്കാവുന്ന ആ സാധനം കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒരു ചെറിയ ഫ്രൈയിങ് പാനും നമുക്കൊരു പ്ലേറ്റ് വേണം. പിന്നെ അതുപോലെ തന്നെ കപ്പ്, ചെറിയതായിട്ട് ചോറ് വെക്കാനും കറികളൊക്കെ ഉണ്ടാക്കാനും ഒക്കെയുള്ള അത്യാവശ്യ പാത്രങ്ങൾ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ തന്നെ എടുക്കാനായിട്ട് പറ്റും. കുക്കർ എന്തായാലും നിങ്ങൾ കൊണ്ടുവരിക. കുക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അതിനകത്ത് വേണമെങ്കിൽ ചോറും വെക്കാം, നമുക്ക് കറികളും ഉണ്ടാക്കാം. ഇവിടെയൊക്കെ സ്റ്റോറുകളുണ്ട്, ഇതൊക്കെ വാങ്ങാനൊക്കെ ആയിട്ടുള്ള സ്റ്റോറുകളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അതിനും കൂടെ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ബോക്സുകളൊക്കെ കൊണ്ടുവരിക. പിന്നെ നമുക്ക് ബാഗാണെങ്കിൽ നമുക്കിങ്ങനെ പുറത്തേക്ക് ഇടുന്ന ബാഗ്, വാട്ടർ പ്രൂഫ് ബാഗ് തന്നെ കൊണ്ടുവരണം കേട്ടോ. മിക്കപ്പോഴും മഴയായിരിക്കും. പിന്നെ ലഞ്ച് ബോക്സ് ഇവിടെ കൊണ്ടുവരണം. നമുക്ക് ഫുഡൊക്കെ കൊണ്ടുപോയാലും നമ്മുടെ ആ ഒരു ഹാൻഡ് ബാഗ് ആയിരിക്കത്തില്ല നമ്മുടെ ഡ്യൂട്ടിയിൽ നമ്മുടെ ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ലഞ്ച് ബോക്സ് മാത്രമായിരിക്കും എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് പിന്നെ ലഞ്ച് ബോക്സും അതുപോലെ തന്നെ വെള്ളം, വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും ഒക്കെ നമ്മൾ കരുതുക. പിന്നീട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ പെർഫ്യൂമുകളൊക്കെ ആർക്കും അങ്ങനെ അരോചകമായിട്ട് തോന്നാതെ നല്ല ലൈറ്റ് സ്മെല്ലൊക്കെ ഉള്ള നല്ല പെർഫ്യൂമുകളൊക്കെ നമുക്ക് ഗൾഫിൽ കിട്ടും. അതൊരെണ്ണം കയ്യിൽ കരുതിക്കോണം. ഇവിടെ നല്ല തണുപ്പാന്ന് പറഞ്ഞാൽ നമ്മൾ ഓടി നടന്ന് 2 ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വിയർക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം എൻ്റെ കൂടെ വന്നവരാണെങ്കിലും പലരും പെർഫ്യൂം എടുക്കാൻ മറന്നുപോയല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല, നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അപ്പോൾ നല്ലൊരു പെർഫ്യൂം ഗൾഫിലൊക്കെ നിൽക്കുന്നവർ കൊണ്ടുവരിക. നാട്ടിലും നല്ലത് കിട്ടുവാണെങ്കിൽ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. അതുപോലെ തന്നെ മോയ്സ്ചറൈസർ, ക്രീമുകളൊന്നും തേക്കാതിരുന്ന ഒരു 2, 3, 4, 5 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ലതായിട്ട് ഡ്രൈ ആയിട്ട് നല്ല ചൊറിച്ചിലൊക്കെ തോന്നും കേട്ടോ ദേഹം മൊത്തം. അപ്പോൾ അതുകൊണ്ട് മോയ്സ്ചറൈസറൊക്കെ കൊണ്ടുവരാനായിട്ട് മറക്കരുത്. പിന്നീട് നമുക്ക് ഗൾഫിലൊക്കെ ആണെങ്കിൽ ഒരു ബ്ലാങ്കറ്റ് കിട്ടും, ഞാനിപ്പം കാണിക്കാമേ. അല്ലേ, ഇതുപോലെ ഒരു ബ്ലാങ്കറ്റ്, കട്ടി കുറഞ്ഞ ബ്ലാങ്കറ്റ്. അപ്പോൾ നമുക്ക് കൊണ്ടുവരാനും എളുപ്പമായിരിക്കും. കട്ടി കുറഞ്ഞ ബ്ലാങ്കറ്റാണ്. അപ്പോൾ ഇതുപോലൊരു ബ്ലാങ്കറ്റ് ആണെങ്കിൽ നമ്മുടെ പെട്ടിയിലും ഇരിക്കും. ഞാനിതിപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അല്ലാതെ നമുക്ക് ഒരുപാട് വലിയ ബ്ലാങ്കറ്റൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു ആ ബ്ലാങ്കറ്റ് കൊണ്ടുവന്നതുകൊണ്ട്. അത്യാവശ്യം നല്ല ചൂടുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ 2-3 ഇടത്ത് കണ്ടിട്ടുണ്ടെങ്കിലും അധികം കട്ടിയില്ലാത്തതൊക്കെയാണ് കണ്ടത്. ഇതിന് നല്ല ചൂടുണ്ട്. നമുക്ക് ആ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതിന് നല്ല ബ്ലാങ്കറ്റാണ് അവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അതൊരെണ്ണം നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. തന്നെ അവിടെ നിന്ന് കിട്ടുന്ന ഇന്നറുകളൊക്കെ നമ്മുടെ യൂണിഫോമിൻ്റെ അടിക്കിടാനും ഒക്കെ ആയിട്ട് നല്ല മെറ്റീരിയൽ ഇന്നർ കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അവിടുന്ന് അതൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഞാനിതിനകത്ത് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെഡിസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ജലദോഷവും തുമ്മലും ഒക്കെ ഉണ്ട്, വിക്സൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അത് കൊണ്ടുവരിക. അതുപോലെ തന്നെ ഒരു ആൻറ്റിബയോട്ടിക്കും സെട്രിസിനോ പാരസെറ്റാമോളോ ഒക്കെ വിത്ത് പ്രിസ്ക്രിപ്ഷനോട് കൂടി നിങ്ങളുടെ കയ്യിൽ വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. ഇവിടെ നിന്ന് പെട്ടെന്നൊക്കെ മെഡിസിനൊക്കെ വാങ്ങാനായിട്ടൊക്കെ ഇത്തിരി പാടുള്ള സ്ഥലമാണ് കേട്ടോ.
നമ്മൾ ഷൂ കൊണ്ടുവരുമ്പോഴത്തേക്ക് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല കംഫർട്ടായിട്ടുള്ള ഷൂ തന്നെ കൊണ്ടുവരണം കേട്ടോ. അതുപോലെ കുറച്ച് പിന്നെ വാട്ടർ പ്രൂഫ് ഷൂ ഒക്കെ ആണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മളൊരു യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് മഴയും നനഞ്ഞ് അതും ഷൂവും നനഞ്ഞ ഒരു പരുവാകും. അപ്പോൾ അതുകൊണ്ട് ഷൂവിനകത്തൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഷൂ തന്നെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. റെൻറ്റിന് റൂം കിട്ടുമ്പം ചില വീട്ടുകാർ നമുക്ക് വിത്തൗട്ട് ഫുഡിലായിരിക്കും നമ്മളെ നിർത്തിയിരിക്കുന്നത്, ചിലർ വിത്ത് ഫുഡിലായിരിക്കും നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത്. അപ്പം വിത്തൗട്ട് ഫുഡാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് കുക്ക് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു അത്യാവശ്യം കുറച്ച് മസാലകളൊക്കെ നിങ്ങൾ കയ്യിൽ കരുതിയിരുന്നാൽ മതി. ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ അടുത്തടുത്ത് നല്ല ഷോപ്പുകളൊക്കെ ഉണ്ട്, എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും. ഇത്തിരി വില കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ചമ്മന്തിപ്പൊടിയൊക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കഴിക്കാനും ഒക്കെ ആയിട്ട് പറ്റും. ആദ്യത്തെ ആ ഒരു സമയമൊക്കെ നമുക്കൊന്ന് സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇന്ന് ചിപ്സോ പിന്നെ നല്ല സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കിയതോ അല്ലെങ്കിൽ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ചിപ്സ്, പിന്നെ അച്ചപ്പം അങ്ങനെയൊക്കെയുള്ള സാധനമാണെങ്കിൽ കുറച്ചെടുത്ത് വെച്ചാൽ കേട്ടോ. ഇവിടെ വരുമ്പം ഒന്നാമത് തണുപ്പൊക്കെയാണ്, തണുപ്പത്തൊക്കെ ഇരുന്ന് കുറച്ച് കഴിക്കാനൊക്കെ പറ്റും. പിന്നെ മോയ്സ്ചറൈസറിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഫേസ് ക്രീം ആവട്ടെ, പിന്നെ ലിപ്സ്റ്റിക് ആവട്ടെ, ഇതൊക്കെ കൊണ്ടുവരാം. പിന്നെ ഹെയർ ഡ്രയർ കൊണ്ടുവരാനായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ലതാണ്, കുളിച്ച് കഴിഞ്ഞൊക്കെ പെട്ടെന്ന് മുടി ഉണക്കാം. പക്ഷേ ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു, കാരണം നമുക്ക് ഇത്രയൊന്നും സാധനങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് എല്ലാം പാക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം കൂടെ ഒന്നും എടുത്ത് വെക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു. പിന്നെ അത് മാത്രമല്ല, എനിക്ക് അത്രയും ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ തലമുടി തോർത്താനായിട്ട് നല്ലൊരു ടവല് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പെട്ടെന്ന് വെള്ളം പിടിച്ചെടുക്കുന്ന ഇച്ചിരി ക്വാളിറ്റി ഉള്ളൊരു ടവലാകുമ്പോഴത്തേക്ക് നമ്മുടെ മുടിയൊക്കെ പെട്ടെന്ന് ഉണങ്ങിക്കോളും. ഈ ഹെയർ ഡ്രയർ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ഇവിടെ വന്നിട്ട് അത്യാവശ്യമായിട്ട് കൊണ്ടുവരേണ്ടതായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്